തിരകേടു ചൊല്ലി മെല്ലെ ഇനിയേതു ജന്മം എങ്ങോ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീനോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിടാന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഓർത്തു ആ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം നിങ്ങൾക്കുണ്ടോ, ചുമ്മാ കണ്ടിരിക്കാന്നല്ലാതെ എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ രാവിലെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് അങ്ങ് കാച്ചാം. അതായത് ഇപ്പോൾ എന്തായാലും +2 കഴിഞ്ഞിരിക്കുന്ന കുറേ പേര് BSc നഴ്സിംഗ് എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ ഇതായിരിക്കണം. നിങ്ങൾ ഇതൊക്കെ വിചാരിച്ച് വേണം അത് പഠിക്കാൻ പോകാൻ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ച് ഐഡിയ വേണം. സബ്ജക്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടും പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ വേണ്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്തോടെ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണല്ലോ അതിൻ്റേതായ ഒരു ഇത്. അതൊക്കെ പോട്ടെ, ഇനി ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തീർന്നു പോകും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ഞാൻ റിപ്ലൈ തരുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എനിക്കിപ്പോൾ കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങി. ഇത് 2 മാസമായി. ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ ചെന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് ചെന്നതെങ്കിൽ എനിക്ക് ആ എക്സ്പെക്റ്റേഷൻസ് എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറേയൊക്കെ എന്തൊക്കെയോ അറിയായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. നിങ്ങൾ ചുമ്മാ ഉഴപ്പാന്നുണ്ടെങ്കിൽ ദയവേത് BSc നഴ്സിംഗ് പഠിക്കാൻ പോകരുത്. ഇത് നല്ലോണം കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ഫീൽഡാണ്. ഞങ്ങളുടെ ഈ ഒരു സെമസ്റ്റർ തൊട്ട് എക്സാം നല്ല ടഫാണ്. അതുകൊണ്ട് നിങ്ങൾ ഉത്സാഹിച്ച് തുടക്കം മുതലേ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്രം എണ്ണുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് അനാട്ടമി, ഫിസിയോളജി. അത് 2 സബ്ജക്റ്റ് ആണെങ്കിൽ തന്നെ ഒറ്റ എക്സാമാണ് നടക്കുന്നത്, രാവിലെ തൊട്ട് ഉച്ചവരെ. പിന്നെ സോഷ്യോളജി, സൈക്കോളജി, അതും 2 സബ്ജക്റ്റ് ആണെങ്കിലും ഒറ്റ എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സൈഡ് അനാട്ടമി, ഒരു സൈഡ് ഫിസിയോളജി, അങ്ങനെ എക്സാം നടക്കുന്നത്. പിന്നെ എക്സാംസിനിടയ്ക്ക് ക്യാബും കാര്യങ്ങളൊക്കെ അത് ഓരോരുത്തരുടെ ഓരോ സെമസ്റ്റർ ബേസ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഈ 4 സബ്ജക്റ്റാണ് മെയിൻലി പഠിക്കാനുള്ളത്. പിന്നെ ഇത് കൂടാതെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് ഇൻറ്റേർണലായിട്ട് ഓരോ കോളേജ് ബേസ്ഡ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ എക്സാം. പിന്നെ മെയിനായിട്ട് വരുന്നത് പ്രസൻറ്റേഷൻസും. പ്രോജക്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ ഞങ്ങൾക്കില്ലായിരുന്നു. അത് എങ്ങനെ ഓരോ കോളേജ് വൈസ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പ്രസൻറ്റേഷൻ ഓരോ സബ്ജക്റ്റിനും ഓരോ പ്രസൻറ്റേഷൻ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്ററിൽ കൂട്ടി നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ എക്സാം വരുന്ന സെക്കൻഡ് സെമസ്റ്ററിലാണെങ്കിലും ഫസ്റ്റ് സെമസ്റ്ററിൽ അതിൻ്റെ പകുതി പഠിച്ചിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ ബാക്കി പകുതി പഠിച്ച് സെക്കൻഡ് സെമസ്റ്റർ അവസാനമാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ അതിൻ്റെ മെയിൻ എക്സാം ഒന്നുമില്ല, പക്ഷേ ഇൻറ്റേർണൽസ് നടത്തും. ഓരോ സെമസ്റ്ററിലും ഓരോ സബ്ജക്റ്റിൻ്റെ 2 ഇൻറ്റേർണൽസും പിന്നെ മോഡൽ എക്സാം ഒക്കെ കോളേജ് വൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഓരോ സബ്ജക്റ്റിനും പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് സെമസ്റ്ററിലാവുമ്പോൾ അത് 2 എണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റേർണൽ എക്സാം 2 എണ്ണം. അതുപോലെ അസൈൻമെൻറ്റ് ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വലായിട്ട് 2 അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സ്കോറ് നമ്മുടെ മെയിൻ എക്സാമിന് മുന്നേ, അതായത് സെമസ്റ്റർ എക്സാമിന് മുന്നേ ആയിട്ട് സൈറ്റിൽ KUHSൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യമേ പറയേണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഇത് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള മെയിനായിട്ടും. കാരണം എനിക്ക് ഇവിടുത്തെ കാര്യമെല്ലാം അറിയത്തുള്ളൂ. LBS ത്രൂ ആണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. CPASൻ്റെ SMEയിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ കുറേ കമൻസിൽ ഇങ്ങനെ ചറവറ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കമൻസ് ഓരോരുത്തരിടുമ്പോൾ ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ മാക്സിമം നോക്കാറുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ഇനി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാം. കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാം, ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ കുറിച്ച് പറയാം. ഞങ്ങൾക്ക് 20 ഡേൻ്റെ പോസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടായിരുന്നത്. അത് ഓരോ കോളേജിനെ വൈസാണ്. ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റലില്ല, അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് 20 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ മെയിനായിട്ട് വൈറ്റൽസ് വെക്കാൻ, ബെഡ് മേക്കിങ്, ഇതൊക്കെ ഉള്ളൂ. വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ BP, ടെമ്പറേച്ചർ, ഇതൊക്കെ തന്നെ, പൾസർ, അതങ്ങനെയൊക്കെ. അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഇത് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ.